പക്ഷേ അറസ്റ്റ് ചെയ്താൽ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പൊ നാം സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ ഈ ചിത്രങ്ങൾ പ്രചരിക്കുകയാണ്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് നിൽക്കുകയല്ല, ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് രഹസ്യം പറയുന്നു, ചെവി കടിക്കുന്നു, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ പലതും വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയാൻ ഇനി പറ്റാത്ത അവസ്ഥയാണ്. ഇത് തന്നെയാണ് പത്മകുമാറും പണ്ട് പറഞ്ഞിരുന്നത്. ചില അപ്പൊ ആ സ്വർണം ഇങ്ങെത്തിയിട്ടുണ്ടോ? സ്വർണം മാത്രമല്ല, സ്വർണത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒത്തുപണികളുള്ള പല സാധനങ്ങളും അവിടുന്ന് പോയിട്ടുണ്ട്. അതിനൊക്കെ കോടാനുകൂടിയാണ്. സ്വർണത്തിൻ്റെ വിലയല്ല, അതിനേക്കാൾ വലിയ വിലയാണ് ഇത് അധോലോകത്തിലേക്ക് കടത്തി വിൽക്കുമ്പോഴുണ്ടാകുന്നത്. അതാണ് അതിൻ്റെ വാല്യൂ. അല്ലാതെ സ്വർണ്ണ വാല്യൂ മാത്രമല്ല. ഇപ്പോൾ 1 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടെ വീതിച്ചെടുക്കുമ്പം എത്ര വരുമെന്ന് നമുക്കറിയാമല്ലോ. 19 ഇന്നത്തെ വിലയല്ല 19 അപ്പോൾ അതിൽ നിന്ന് നല്ല ബെനിഫിറ്റ്, അതിനേക്കാൾ വലിയ ബെനിഫിറ്റ് ഉള്ളതിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് സൈറ്റി നോക്കേണ്ടത്. അതാണ് സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയുടെ പേര് ഇപ്പോൾ തന്നെ പറയുന്നു അദ്ദേഹത്തിലേക്കുള്ള വഴിയിലാണ്. ഇപ്പോൾ അങ്ങനെയാണ് ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിന് താഴെ ഉദ്യോഗസ്ഥർ, പോറ്റി, ഇനി അതിൽ ആ തന്ത്രിയും കൂടി പെട്ടാൽ ഇതൊരു കൂട്ടുകച്ചവടമായി മാറും. ഇത് അങ്ങനെ അല്ലാതെ പറ്റില്ലല്ലോ. കാരണം തന്ത്രി ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ലോഹപാളികൾ അവിടെ നിൽക്കുന്നത്. അത് അവിടുന്ന് അപ്രത്യക്ഷമാകുമ്പോൾ തന്ത്രി ചോദിക്കേണ്ടതല്ലേ, ഇതെങ്ങനെ നമ്മുടെ 18-ാം പടി ഇറങ്ങിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.